ആ ഹാ കീരിയോ? നീ എന്നാ തെക്ക് കൊടുക്കും നോക്കി? ഞാൻ അങ്ങോട്ട് നോക്കി. മഴ പെയ്യുന്നല്ലേ ഇപ്പൊ, ഈ കൂണുണ്ടാവുമോ നോക്കി. ആ ഹാ അല്ല, ഇതെപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഇന്ന് ജോലിക്കൊന്നും എന്നാ പറയാനാ, അതേപ്പറ്റി പറയാണ്ടിരിക്കാനല്ലേ. ഞാൻ ഇന്നലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോഴുണ്ട് അവിടെ നിന്ന് ഒരാൾ ഒരു തൂമ്പയും പിടിച്ച് വരുന്നു. അതിനെന്താ? അത് ശകനപ്പഴം മോശമാണത്. അതുകൊണ്ട് ഞാൻ കയറി പോന്നു. കയറി വീട്ടിലോട്ട് പോന്നു. വീട്ടിൽ നിന്ന് ചായ കുടിച്ച് അവിടെ ഇരുന്നു. പിറ്റേ ദിവസം ഞാൻ ഇറങ്ങി ഇങ്ങനെ പോരുമ്പോൾ ഒരു പെണ്ണുങ്ങൾ ചൂലുമായിട്ട് നിൽക്കുന്നു. ഓ, ചേട്ടൻ പോകുമ്പോൾ മാത്രമാണോ ഈ തൂമ്പായും ചൂലും ഒക്കെ? അത് കൂടാതെ അന്നും പോകാൻ പറ്റിയില്ല. അത് കൂടാതെ പിന്നെ ഇറങ്ങി ചെന്നുമ്പോൾ വേറെ എന്തോ ഒരു ശകനപ്പഴം. ആ ഓ, നീ എൻ്റെ വീട്ടിലോട്ട് കയറിയിരിക്കാൻ പോകണം. അങ്ങനെ ഒക്കെ ഇന്ന് 1-2 ദിവസം അങ്ങനെ പോയി. പിന്നെ ഒരു ദിവസം ഇറങ്ങുമ്പോഴും എന്തോ ഒരു പന്തികേടെന്ന് പറഞ്ഞാൽ ആരോ ഒരു പോത്തിനെയും കൊണ്ട് ഇങ്ങനെ വരുന്നു. പോത്തെന്ന് പറയുമ്പോൾ ഇത് വാഹനമാണല്ലോ പറയപ്പെടുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അതൊന്നും പോയില്ല. പിന്നെ ഇറങ്ങിയപ്പോൾ ഒരു ആംബുലൻസ് ഇങ്ങനെ കുടുകുടുകുടുകുടുന്ന് പറഞ്ഞ് ഒച്ചയിട്ടുണ്ട്. അത് വരുന്നു. അതൊന്നും പോയില്ല. അങ്ങനെ എന്തിനു പറയുന്നു, ഒരാഴ്ചയായിട്ട് എങ്ങും പോകാൻ പറ്റില്ല. ഒരു പൂച്ച വട്ടം ചാടുമ്പോൾ ഒരിക്കലും പോകാൻ പാടില്ല. ഒരു കണ്ടം പൂച്ച വിലങ്ങൻ ചാടിയാൽ പോകാൻ പാടില്ല. എങ്ങനെ ആയാലും ജോലിക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഇറങ്ങുമ്പോഴുണ്ട് മഴ, ഭയങ്കര ശക്തമായ മഴയും കാറ്റും. അന്ന് പോകാൻ പറ്റുമോ? എങ്ങനെ പറഞ്ഞു ഇരുന്ന് പോകരുതെന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രജ്ഞനോ ആരാണ്ട് ഇങ്ങനെ നമ്മൾ നോക്കുന്ന ഒരാളുണ്ടല്ലോ, എന്നെ കണിയാനോ നോക്കുന്ന ആളുണ്ടല്ലോ, ഈ ഇതൊക്കെ നോക്കുന്ന ആളെ ജ്യോത്സ്യര്. എന്നോട് എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മടിയന്മാരുണ്ടല്ലോ, മടിയന്മാർ ഒരു പണി എടുക്കുകയല്ല, എന്ത് വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക, പണിക്കൊന്നും പോകുന്ന ഇഷ്ടമല്ല, ഒരു ജോലിക്കും പോകുന്ന ഇഷ്ടമല്ല. അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. പൂച്ച കുറഞ്ഞാ ചാടി, അല്ലെങ്കിൽ കോടാലിയും കൊണ്ട് വന്നു, തൂമ്പായും കൊണ്ട് വന്നു, ചൂലും കൊണ്ട് വന്നു. അങ്ങനെയുള്ളവരെ വിശ്വസിക്കാൻ പറ്റില്ല. അവരെ ഭയങ്കര കള്ളന്മാരാണ്. അതൊക്കെ പിന്നെ ശരിയൊന്നും അല്ല. എനിക്ക് പണിയെടുക്കാൻ അങ്ങനെ വലിയ മടിയൊന്നുമില്ല. പിന്നെ ഓരോ ദിവസവും ഓരോ ചങ്ങനപ്പഴം കാണുമ്പോ കാണുമ്പോ എങ്ങനെ പോകാണ്ടിരിക്കാൻ പറ്റും? പോകാൻ പറ്റില്ല. പോവരുത് കേട്ടോ. വീട്ടുകാർക്ക് പറയും, എന്നാ നിങ്ങളിങ്ങനെ പോരെ പറയും. ഞാനത് കേൾക്കാൻ നോക്കിയിരിക്കും വീട്ടിൽ. അങ്ങനെ പറയും. പിന്നെ ഇപ്പൊ അത്ര തൃപ്തിയല്ല. പോകാത്ത എന്നാന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. തീറ്റ കഴിഞ്ഞിങ്ങനെ ഇരുന്നാൽ മതിയോ, അതങ്ങനെ പണിയെടുക്കണ്ടേ? അപ്പം എന്ത് ചെയ്യാൻ? എനിക്ക് ആഗ്രഹമുണ്ട് പോകണമെന്ന്. അത് ഒരിക്കലും അങ്ങനെ സമ്മതിക്കാൻ ശരിയാവില്ല. അതിങ്ങനെ നീണ്ടു പോകുന്ന എനിക്ക് തോന്നുന്നു. അപ്പൊ നീയൊക്കെ ഇടയ്ക്ക് വന്ന് വർത്താനം പറയണ്ടേ, അതുകൊണ്ട് തുറക്കണം. ഇതെങ്ങനെ മാറുക എന്ന് ഞാൻ ചിന്തിക്കണം. ഇല്ല ഇല്ല, അത് കുറെ കാലങ്ങളായിട്ട് അങ്ങനെയാണ്. അവര് വിളിച്ചു കമ്പനിയിൽ നിന്ന്, നീ ചേട്ടൻ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ അതിന്റെ വല്ലതും കിട്ടാണ്ടേയും മേടിച്ചിട്ട് വീട്ടിലിരിക്കാം. അത് വീട്ടുകാർക്ക് സമ്മതിക്കുന്നില്ലെന്നേ. അതുകൊണ്ടാണ് അവളുടെ ഈ തള്ളി വിടുന്നോണ്ടാണ് ഞാൻ പോകുന്നത്. കഷ്ടിച്ച് മാസത്തിൽ 4 ദിവസം പോകും. എല്ലാം കൂടെ കൂടുമ്പോഴേ പിന്നെ എനിക്ക് സമയത്ത് ആഹാരവും കഴിക്കണം. വിശപ്പുണ്ട്. കമ്പനിയൊക്കെ പോയി 1 മണിക്കൊക്കെ വേർപ്പിന്റെ അസുഖം എന്നാണേലും. കഷ്ടം തന്നെ. എന്ത് ചെയ്യാനാ?